വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ വയനാട് ചുരത്തിലാണ്. അപ്പം ബാക്ക് ടു ബാംഗ്ലൂരിലോട്ട് തിരിച്ചു പോകുന്ന ഒരു അനദർ വീഡിയോ ആണ്. ഫുൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു നമ്മൾ വയനാട് ചുരം നമുക്കൊന്ന് കവർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. കാണുമ്പം പേടിയാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫുൾ മരങ്ങൾ റോഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് ഇരിപ്പുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം വീണ അന്നത്തെ റൈഡ് മുടങ്ങും. ഇതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു ട്രക്ക് ഫ്രണ്ട് കുടുങ്ങിയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പോകണം. ഈ നോർത്തിലുള്ള എല്ലാ വണ്ടികളും, ഐ മീൻ 4 വീലേഴ്സ് എല്ലാം ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഒരു HR വണ്ടി അതാ പോകുന്നത്. ഞാനും ഒട്ടും മോശമൊന്നുമില്ല, ഞാനും ഇറക്കേണ്ട ഒരു വണ്ടി. സംഗതി നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ വണ്ടി നോക്കിയും കൊണ്ടെടുത്തില്ലെങ്കിൽ 8ൻ്റെ പണിയായിരിക്കും കിട്ടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ കാറ്റ് വീശുന്ന പരിപാടി ഇങ്ങോട്ടില്ല കേട്ടോ. നമ്മൾ എത്രാമത്തെ 4-ാമത്തെ 5-ാമത്തെ എന്തോ ഹെയർ പിൻ കേവ് എന്നാണ് ആ ഒരു കാറ്റ് നന്നായിട്ട് വീശുന്നത്. എപ്പോഴും ഉണ്ട്, പക്ഷേ അത്രയ്ക്കില്ല. ഇതേ പോകുന്നൊരു HP വണ്ടി. നമ്മൾ ഈ റോഡിലൂടെ ബാംഗ്ലൂരിലോട്ട് പോകുമ്പോൾ ഒന്നുകിൽ നേരത്തെ ഇറങ്ങിയിട്ട് നമ്മൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ചെല്ലുക. അല്ല പിന്നെ അങ്ങനെ എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ ലേറ്റായിട്ട് പോയാൽ മതി. 1 മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂർ. കാരണം നമ്മൾ ഈ പോകുന്ന വണ്ടികളൊക്കെ അവിടെ പോയിട്ട് ചെക്ക് പോസ്റ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നീണ്ട ക്യൂ ആയിരിക്കും. അപ്പം ഓപ്പൺ ആക്കി കഴിഞ്ഞൊരു 10-20 മിനിറ്റ് എടുക്കും അതൊന്ന്. കാരണം ഇവന്മാർക്ക് ഈ അവിടെ ഒരു ടോളുണ്ട്, ചെറിയ 10-20 രൂപ എന്തോ ടോള് കളക്ട് ചെയ്തിട്ട് അവർ വിടുള്ളൂ. അപ്പോൾ അതൊക്കെ വിട്ട് ഓരോന്നായിട്ട് വിട്ട് വരുമ്പോഴത്തേക്കും അവിടെ കുറച്ച് സമയം പോകും. അപ്പോൾ നേരത്തെ പോയിട്ട് ഫ്രണ്ടിൽ പോയി കുറ്റിയും പറിച്ച് നിന്നാൽ വേഗം പോവാം. ഇല്ലെങ്കിൽ നേരത്തെ വന്നതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല.
ഞാൻ ഇതിനു മുമ്പ് ചുരം കയറുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നല്ല മഴയായിരുന്നു. പക്ഷെ അത് നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ 9 എയർപിൻ കോവും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ലോറിയെ ഓവർടേക്ക് ചെയ്തില്ല, അവിടെ ആയിരുന്നു തോന്നുന്നു. ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മിക്കവാറും അതന്നെ ആയിരിക്കും. ഇനി ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം രാത്രി കണ്ട് വലിയ വ്യൂ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല രസമാണ്. കുറച്ചുകൂടെ ഒരു 6 മണിക്കൊക്കെ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നല്ല കോടൊക്കെ എങ്ങനെ കാണാം. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നല്ല തണുപ്പുള്ള സമയം കൂടെ ആയതുകൊണ്ട് എൻ്റെ പൊന്നോ നല്ലൊരു കുഴിയായിരുന്നു. യെസ്, നമ്മളങ്ങനെ വയനാട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. വെൽക്കം ടു വയനാട്. തണുപ്പ് തുടങ്ങി കേട്ടോ. ചുരം കയറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പായി. നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവിടെയും. ഒരാളടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകായിരുന്നു, കാറിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു കാറുകാരിങ്ങനെ പോകുന്നുണ്ട്, നമ്മളറിയാവുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അവനടുത്ത്, നമ്മളെ പുതിയ ഇപ്പോഴത്തെ NH66 ഇല്ലേ, അതിലിങ്ങനെ പോകായിരുന്നു നമ്മളെ നാട്ടിൽ. ഇനി എന്തിനാണ് ഈ ലൈനിൻ്റെ നടുവിലൂടെ പോകുന്നത് ചോദിച്ചു. അപ്പം പറയാം, മറ്റേ ആ ലൈനിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ടർ ഇല്ല, അതേ കയറുമ്പോൾ റോഡിൽ നിന്ന് ഇങ്ങനെ ടയർ ഇങ്ങനെ അടിക്കും, കിടിക്കിടിക്ക് അടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിലൂടെ അത് ചാടാതിരിക്കാൻ വേണ്ടിയാ നടുവിലൂടെ പോകണമെന്ന്. ഏതായാലും നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹസാർഡ് ലൈറ്റ് ഇല്ലേ, അത് ചിലർക്ക് ഇപ്പോഴും അറിയില്ല അത് എന്തിനുള്ളതാണ്. കാലം 2025 ഇപ്പോഴും കുറേ എണ്ണം 1980-ലും 90-ലൊക്കെയാണ്. അത് അന്നും ഇതിനൊക്കെ തന്നെയാണ്. പക്ഷെ ആളുകൾക്ക് അറിയില്ല, സംഭവം ആരും പറഞ്ഞും കൊടുക്കുന്നില്ല. ഒരു ഫോട്ടോയും ഐഡൻറ്റി പ്രൂഫും ഉണ്ടെങ്കിൽ ആർക്ക് ലൈസൻസ് കിട്ടുന്ന കോലാണ്. അത് അന്നും അതേപോലെ തന്നെ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ കുറേ ഡിജിറ്റലായിട്ടുണ്ട് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. സാറ്റലൈറ്റ് ചിലരൊക്കെ വിചാരം ഇപ്പം 4 കൂടുന്ന ജംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നേരെ പോകാനുള്ള ലൈറ്റാണെന്നാണ് ചിലരുടെയൊക്കെ വിചാരം. ചിലരുടെ വിചാരം മഴ പെയ്യുമ്പോൾ ഇടാനുള്ളതാണെന്നാണ്. ഇതൊക്കെ ആരോട് പറയാനാ? സ്വയം നന്നാകുന്നില്ല. കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് പല ടൈമിലായിട്ട് ഒരുപാട് ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉള്ള കാലത്ത് ഇതൊന്നും നോക്കാണ്ട് ഇപ്പോഴും ജീവിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. അവർ നോക്കാണ്ടിരിക്കുക, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഈ റോഡിലോട്ട് ഇറങ്ങുമ്പോഴൊക്കെ ഇതിപ്പോൾ ഈ ലൈറ്റ് ലോറിക്കാരിട്ടിരിക്കുന്നത് ജെന്യുവനാണ്. കാരണം ആ വണ്ടി അവിടെ സ്റ്റക്കാണ്.
അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളിങ്ങനെ വണ്ടി എടുത്ത് പോവുകയാണ് ഒരു മഴയത്ത്. അപ്പോൾ ഇതേപോലെ ഒരു ലോറി ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ലോ. നമ്മൾ വണ്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് എന്തെങ്കിലും പണി കിട്ടിയിട്ട് ആ ലൈറ്റ് ഇട്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കോമൺ ആയിട്ട് നടക്കുന്നത് പലരും തോന്നിയ മാതിരിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ റോഡിലൂടെ പോവുകയാണെങ്കിൽ അതിപ്പോൾ വണ്ടി പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുകയാണോ അതോ പോവുകയാണോ അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ നാട്ടിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആ ലൈറ്റ് ഉപയോഗിക്കുന്ന പലരും പല കോലത്തിലാണ്. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും പോവുക, അത്രയേ ഉള്ളൂ. ഈ കാറുകളൊക്കെ ഇനിയിപ്പോൾ അവിടെ ഉണ്ടാവും നമ്മൾ ചെക്ക് പോസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ പോയ ബസ്സുകളൊക്കെ പിന്നെ ഈ കൂടെ വരുന്നതെന്നുള്ളത്. അത് വേറെ റൂട്ടുണ്ട് ഗൈസ്. നമ്മൾ കറങ്ങി വരുന്ന പക്ഷേ കുട്ട മാനന്തവാടി ആ ഒരു വഴിയാണ്. അത് റോഡും അത്ര നല്ലതല്ല. പിന്നെ ഇപ്പോൾ ബൈക്കായാലും കാറായാലും അതിലൂടെ പോകുന്ന രാത്രിയിൽ ഇച്ചിരി ഡേഞ്ചറാണ്. കാരണം ഭയങ്കര വിജനമായ സ്ഥലമാണ്. പിന്നെ നല്ല ധൈര്യം ഉണ്ടെങ്കിലൊക്കെ പോവാം. ഇപ്പം 6 മണിക്ക് ഇപ്പോൾ ഇവിടെ ഇത് തുറക്കും, ഫോറസ്റ്റ് തുറക്കും. 6 മണിക്കാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി പോയി നോക്കാം. ഇൻ കേസ് വല്ല ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു റൂട്ടെന്ന് പറയുന്നത് മുത്തങ്ങ വഴിയല്ല. ശരിക്കും നമ്മൾ മധുമല വഴി വരുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നിങ്ങളെ സ്പോട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതലുള്ളത്. അതിൽ എനിക്ക് വരാം, പക്ഷെ അവിടെ ആ നാടുകാണി ചുരം ഉണ്ടല്ലോ, അത് കയറി കഴിയുന്ന വരെ മഹാ അലമ്പാണ്. റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. വെറുതെ രാവിലത്തെ എന്തിനാണ് റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിൽ തന്നെ വരാറ്. പോകുമ്പോൾ ചില സമയത്തൊക്കെ അതിൽ പോകാറുണ്ട്. പക്ഷേ അനിമൽസിനെ ഏറ്റവും കൂടുതൽ ഞാൻ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു റൂട്ട് തന്നെയാണ്. ഇവിടെ അങ്ങനെ കാണാറില്ല, എന്നാലും കണ്ടിട്ടൊക്കെ ഉണ്ട്. ഒരിക്കൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇതുപോലെ വരുന്ന സമയത്ത് ഒരു നമ്മുടെ ബൈസൺ ഉണ്ടല്ലോ, ബൈസൺ എന്ന് തന്നെയല്ലേ പറയാം, നല്ല ആ ഒരു കാട്ടുപോത്ത് പോലത്തെ സാധനം, ഒരു അജാനുഭാവ സാധനം ഉണ്ടല്ലോ. അതൊരു ദിവസം ഞാൻ നല്ലൊരു സ്ട്രെയിറ്റ് ഉണ്ട് ഈ ഒരു മുത്തങ്ങ റോഡിൽ കാടിൻ്റെ അകത്ത്. അപ്പോൾ അതിങ്ങനെ കത്തിച്ച് വരികയാണ്. റോഡ് വണ്ടിയൊന്നുമില്ല, ഒരു ലോറി ഇങ്ങനെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് പതുക്കെ. തോന്നുന്ന ബിസ്മിയുടെ ഒരു പുട്ടുപൊടി ഉണ്ടോന്ന ലോറിയാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു റെഡ് കളറ്, റെഡാണോ ബ്ലാക്ക് ആണോ ഓർമ്മയില്ല. ഐ തിങ്ക് അതിലേതോ ഒരു കളറാണ്. അങ്ങനെ പുള്ളിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, സ്ലോ ആക്കും. ഞാനിത് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്തിനാ ഇപ്പം എന്നെ കൊണ്ട് പറയുന്നത്. കാരണം അപ്പുറത്ത് വണ്ടിയും വരുന്നില്ല, പിന്നെ എന്തിനാന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്ന്. ഒരു സമയം എന്ന് പറയുന്നത് ഒരു 6 മണി 6:30 സമയമാണ് വൈകുന്നേരം. ഇരുട്ടായിട്ടുമില്ല, എന്നിട്ട് വെളിച്ചം പോയിട്ടുമില്ല. അപ്പോൾ ഒന്നും കാണുന്നുമില്ലേ. അപ്പോൾ പുള്ളിയുടെ ലോറിയുടെ ഫ്രണ്ടിലാണ് ഈ ഒരു ഇത് നിൽക്കുന്നത്, ബൈസൺ നിൽക്കുന്നത്. പക്ഷെ അത് എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിയാണെങ്കിൽ മറ്റേ നമ്മൾ ഹസാർഡ് ലൈറ്റോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. വണ്ടി പുള്ളി ഇതാക്കിയിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കാണുന്നില്ല, ഞാൻ ദൂരത്തു നിന്നല്ല ഞാൻ വരുന്നത്. നമ്മളൊന്ന് കൈ കൊടുത്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടിയുടെ അടുത്തത് ഞാൻ ഓവർടേക്ക് ചെയ്യുന്ന ഒരു സമയത്തുണ്ട് ബൈസണിൻ്റെ ഒരു കൂട്ടം റോഡ് ക്രോസ് ചെയ്യുന്നു. പുള്ളി ആ കൈ കാണിച്ചുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ ഞാനപ്പോൾ ഇന്ന് പടമായിണ്ടാവും. കാരണം ഇതിനൊക്കെ പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം കേട്ടിട്ടുണ്ടല്ലോ, ഈ ഫോറിൻ ഗൾഫിലൊക്കെ ഒട്ടകത്തടിച്ചിട്ട് ആൾ വടിയായി എന്നൊക്കെ, ഒട്ടകം പൊടിയും തട്ടി എണീറ്റ് പോയി എന്നൊക്കെ എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇതിനൊക്കെ പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊടിയും തട്ടിപ്പോവും, നമുക്കായിരിക്കും പണി മൊത്തം കിട്ടുന്നത്. നമ്മളിപ്പം
എത്തിയിരിക്കുന്നത് കൽപ്പറ്റയാണ്. കൽപ്പറ്റയിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ ടൗണൊക്കെ ഓണായി വരുന്നേ ഉള്ളൂ. സമയം 5:30 ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഇതിൽ കാണിക്കുന്നില്ല, പക്ഷേ വണ്ടിയുടെ ടെമ്പറേച്ചർ 55 70 ഉള്ളത് പെട്ടെന്ന് ഇപ്പോൾ 57. ഇതിങ്ങനത്തെ സമയത്തൊക്കെ ഭയങ്കര ഉപകാരമാണ്. നേരെ മറിച്ച് നമ്മൾ വല്ല സമ്മറിലൊക്കെ ഇതായിട്ട് വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം കാറ്റ് വീശില്ല. കാറ്റ് നമ്മളെ ദേഹത്തോട്ട് ഡയറക്റ്റ് അടിക്കുന്നില്ല. ഇതിങ്ങനെ രണ്ട് സൈഡിലോട്ടും പോകുമ്പോഴേ ആ സമയത്തൊക്കെ ഞാൻ ജാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടിട്ടാണ് ഓടിക്കാറ്. മുഴുവനില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിടും. നന്നായിട്ട് ചൂടുക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ സൈഡിലോട്ട് വല്ല ശരിയും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇരുട്ടാട്ടോ, കൂരിരുട്ട് എന്നൊക്കെ പറയില്ലേ. ഇടയ്ക്കിങ്ങനെ വണ്ടികൾ പോകുന്നതുകൊണ്ട് ഒരു വെട്ടം വിളിച്ചൊക്കെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര തണുപ്പ്. ടെമ്പറേച്ചർ ഒന്ന് നോക്കിയാലോ. ഇവിടെ ഒന്നും നിർത്തണ്ട, കുറച്ചങ്ങ് പോയിട്ട് നിർത്താം. കാരണം ഇവിടെ നിന്നൊരു മനുഷ്യ കുഞ്ഞു പോലും കാണുന്നില്ല. പറയാൻ പറ്റില്ല, വയനാടാണ്. എപ്പോഴാണ് പുലി അല്ലെങ്കിൽ കടുവൊക്കെ വന്ന് ബാക്കിലൂടെ അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. റിസ്ക് എടുക്കണ്ട. അപ്പം ബത്തേരി എത്തിയിരിക്കുകയാണ്. അപ്പോൾ സുൽത്താൻ ബത്തേരി 5:49. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താൻ പറ്റുമോ? അപ്പം അതൊക്കെ എങ്ങനെ പോവാം, റിസ്ക് എടുക്കുന്നില്ല. അവിടെ ഇപ്പോൾ ഓൾറെഡി ക്യൂ ആയി കാണും. നമ്മളിതിൻ്റെ ബൈക്കായതുകൊണ്ട് നമുക്കിങ്ങനെ കുത്തി കയറ്റി ഇങ്ങനെ പോവാം. ക്ലീനസ്റ്റ് സിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നു അറിയപ്പെടുന്നത് സുൽത്താൻ ബത്തേരിയെ. സോ മുത്തങ്ങ എത്തിയിട്ടുണ്ട്. 5:58, 6 മണിയാവുന്നു. സോ എന്തെന്നാണ് ഇത് കളറ്, മൊത്തത്തിൽ എല്ലാ കളറും ഉണ്ടാവും വണ്ടിയിൽ. ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ മുത്തങ്ങ അങ്ങോട്ട് കടന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ കാട്ടിലോട്ട് കയറിയിട്ടുള്ളൂ. ചെറിയൊരു ടൗൺ ഉണ്ട്, മുത്തങ്ങ ടൗണ്. അവിടെ നിന്ന് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നന്നായിട്ട് തണുക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോഴത്തേക്ക് നേരെയൊക്കെ ഒന്ന് സൂര്യനൊക്കെ ഒന്ന് വന്ന് വെളിച്ചം വെച്ചേക്കും. തണുപ്പടിച്ചിട്ട് സൗണ്ടൊക്കെ മാറിപ്പോകുന്നു. അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഓ, നിങ്ങളുടെ ക്യൂ ഉണ്ടല്ലോ, ഇതുവരെ തീർന്നില്ല. അയ്യോ, പണി പാടി. ഇല്ല, പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ കുറേ കാലമായി ഈ റൂട്ടിലൂടെ പോലെങ്കിലും ഇത്രയും ഇരുട്ടുള്ള സമയത്ത് അങ്ങനെ പോയിട്ടില്ല കേട്ടോ.
6:00-ക്കൊക്കെ ഇപ്പോൾ 6:26 ഈ സമയത്തൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇരുട്ടുള്ള സമയത്ത് ഞാൻ പോയിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടികൾ എത്താറാവുന്നേ ഉള്ളൂ. വണ്ടികൾ എത്തി തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടികൾ എത്തി തുടങ്ങി. ഇനി സൂക്ഷിച്ചു പോകണം. ഇനി ഓവർടേക്കിംഗ് ഒക്കെ നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ പണി വാലുകൊള്ളത്ത് വരും. എല്ലാവരും വന്നു തുടങ്ങിയല്ലോ. KSRTC, കാറ്, ബസ്, ലോറി. 6:06 അപ്പോൾ അവിടെ നിന്ന് എത്തി തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. ഈ ഒരു സമയത്താണ് ഭയങ്കര ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കാൻ. നമുക്ക് കംപ്ലീറ്റ്ലി വെളിച്ചം ആയിട്ടുമില്ല, ഇരുട്ട് പോയിട്ടുമില്ല. നമുക്ക് ഭയങ്കര പാടായിരിക്കും റോഡ് കാണാനും. മാത്രമല്ല ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റും കൂടെ ആകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നേരം വെളുത്തു തുടങ്ങി. വാഹനങ്ങൾ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചീറിപ്പാഞ്ഞ് പോകുന്നു. നമ്മളിതാ ബാക്കിൽ, ലോറിയുടെ ബാക്കിൽ ഇങ്ങനെ പതുക്കെ പോകുന്നു. ഫോറസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനി അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഏതായാലും കഴിയട്ടെ. അപ്പോൾ നമ്മളങ്ങനെ ഫോറസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. തണുപ്പുണ്ട്, എന്നാലും കുറച്ച് കുറവുണ്ട് കേട്ടോ. ഈയൊരു ഹമ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഫോറസ്റ്റും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തണം. എന്നിട്ട് നമുക്ക് അല്ല വേറെ എന്നിട്ടെന്താ വേറെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പറ്റുവാണെങ്കിൽ അവിടെ ഷോപ്പൊന്നും ഉണ്ടോയെന്നറിയില്ല. അവിടെ ചെറിയൊരു ഞാൻ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്, സ്ഥിരം നിർത്തുന്ന. അവിടെ ഈ സമയത്ത് അത് ചെറിയൊരു പെട്ടിപ്പീടി ഉണ്ടായിരുന്നു. ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരു ടീ പാസ്സാക്കിയിട്ട് നമുക്ക് ഞാൻ റൈഡ് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് വീഡിയോ അടച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഫോറസ്റ്റ് കയറി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഗൈസ്, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.